ബഹുമാനപ്പെട്ട HM ബിനു സാർ, ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛ, പ്രിയ അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പാടിയത് നമ്മുടെ കവിയാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ വിലയറിയുന്ന നമ്മൾ നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ, ജീവത്യാഗം ചെയ്ത മഹത് വ്യക്തികളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനായിട്ട് ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെ ആവേശത്തോടൊപ്പം ഞങ്ങൾ ഓരോ അധ്യാപകരും പങ്കുചേരുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് ഔപചാരികതകളൊന്നുമില്ലാതെ നമ്മുടെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട HM ബിനു സാറിനെ ക്ഷണിക്കുന്നു. പ്രിയ അധ്യാപകരെ, ഏറ്റവും സ്നേഹമുള്ള കുട്ടികളെ, ഭാരതം സ്വതന്ത്രമായി 75 വർഷം പിന്നിടാൻ പോവുകയാണ്. ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ് ത്യാഗോജ്ജലമായ സ്വാതന്ത്ര്യ സമരം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ 75ാം വാർഷികത്തിൽ നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത് ആസാദി കാ അമൃത മഹോത്സവം, അല്ലേ? സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതമായ മരണമില്ലാത്ത ഓർമ്മകളുടെ മഹോത്സവമായി നമ്മൾ ഈ വർഷം ഈ സ്വാതന്ത്ര്യം കൊണ്ടാടുന്നത്. നമ്മുടെ സ്കൂളും നമ്മുടെ ദേശത്തിൻ്റെ ത്യാഗോജ്ജലമായ ആ വീരസ്മരണകൾക്കൊപ്പം അണിനിരക്കുകയാണ്. നമ്മൾ ഓരോ കുട്ടികളുടെയും വീടുകളിലെ പതാക ഉയർത്തുന്നുണ്ട്. 13 മുതൽ. നിങ്ങളെല്ലാം റെഡിയല്ലേ? അല്ലേ? നമ്മുടെ സ്കൂളിലും 13-ാം തീയതി പതാക ഉയർത്തും. അങ്ങനെ വിവിധമായ പരിപാടികളോടെ നമ്മളും ആഘോഷിക്കുകയാണ്. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. ഒരു വലിയ ചാനലൊക്കെ നടത്തുന്ന ക്വിസ് മത്സരത്തിൻ്റെ അതേ സെറ്റപ്പിലെ കണ്ടസ്റ്റൻ്റൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ, കാണികൾ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു. നമ്മുടെ സ്കൂളും ഒട്ടും പിന്നിലല്ലാതെ, ആവേശം തെല്ലും ചോരാതെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വീരസ്മരണകൾക്കൊപ്പം ചേരുകയാണ്. അതിനിടയിലെ ഇത്തരം തയ്യാറെടുപ്പുകൾ നടത്തി നിങ്ങളെ സജ്ജരാക്കിയ പ്രിയപ്പെട്ട സാമൂഹ്യശാസ്ത്ര അധ്യാപകർക്ക് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. താങ്ക് യു. നമ്മുടെ ഈ മത്സരത്തിന് ചുരുങ്ങിയ വാക്കുകളിൽ ഒരു ആശംസ അറിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനെ ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ഒരു വലിയ ബിസി ഷെഡ്യൂളിനിടയിൽ ഇങ്ങനെ ഒരു കാര്യം ക്രമീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. അതിലും എന്നെ സംബന്ധിച്ച് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, കാണികളെ സംബന്ധിച്ച് ഇത് അത്ര വലിയ പ്രശ്നമാണ്. പക്ഷേ ഇതിനകത്ത് പങ്കെടുക്കാനിരിക്കുന്ന ഈ കണ്ടസ്റ്റന്റിന്റെ ഹൃദയമിടിപ്പ് വളരെ ഫാസ്റ്റ് ആയിരിക്കും, അല്ല? ശരിയല്ല? ചെറിയൊരു ടെൻഷനൊക്കെ തോന്നുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ചില കോമ്പറ്റീഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഒന്ന് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നത്, രണ്ട് നമുക്കൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാവുന്നത്. ഞാൻ ഇത്രയൊക്കെ അറിവുള്ള ഒരാളാണെന്ന് നമ്മൾ മാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ഓപ്പൺ സ്റ്റേജിൽ നമ്മൾ നമ്മുടെ പെർഫോമൻസ് നടത്തുമ്പോഴാണ് നമുക്ക് നമ്മളോട് ഒരു സെൽഫ് റെസ്പെക്ട് തോന്നുന്നത്, കോൺഫിഡൻസ് തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായിക്കും. പ്രത്യേകിച്ച് പങ്കെടുക്കുന്ന കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തെ ഓർക്കാൻ, അതിനുവേണ്ടി ഒത്തിരിയേറെ വേദനകൾ ഏറ്റെടുത്ത നമ്മുടെ ധീര മലയാളികളെ ഓർക്കാനൊക്കെയുള്ള ഒരു സമയമാണ്. എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയാവട്ടെ. ക്വിസ് മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുകയാണ്.
ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ടീമുകളെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. ടീം ഗാന്ധിജി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് കൂടി പറയും. രണ്ടുപേരും 9th Aയിലാണ്. ടീം നെഹ്റു. 9th Aയിലും 9th Bയിലുമാണ്. ടീം നേതാജി. മൈക്ക് ഓൺ ആണെന്ന് നോക്കി. പേര് പറഞ്ഞോളൂ. എന്റെ പേര് പൂജാദാസ്. ഞാൻ 8 A ക്ലാസ്സിലാണ് രണ്ടുപേരും. ടീം ഗോഖലെ. എന്റെ പേര് ക്രിസ് എലൈൻ ലിജോ. ഞാൻ 10 Aയിൽ പഠിക്കുന്നു. ഓക്കെ, നമ്മൾ 4 ടീമുകളെ പരിചയപ്പെട്ടിരിക്കുന്നു. നമ്മൾ ക്വിസ് മത്സരത്തിലേക്ക് കടക്കുകയാണ്. ഇതിലെ റൗണ്ടുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ റൗണ്ട് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് അധികം വർദ്ധിപ്പിക്കാത്ത രീതിയിലാണ്. വളരെ സിമ്പിളായിട്ടാണുള്ള ചോദ്യങ്ങളാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇതിൻ്റെ അധിനിവേശത്തിൻ്റെ ചരിത്രവും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സമരചരിത്രം മാത്രമല്ല, അതിനു മുമ്പ് എങ്ങനെ അധിനിവേശം, ഇവിടെ എങ്ങനെ സാമ്രാജ്യത്വം സ്ഥാപിച്ചു എന്നുള്ളത് മുതൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ആദ്യത്തേത്. അതിൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ നേരെ പറയുകയാണെങ്കിൽ 10 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ പാസ് ചെയ്യാം നിങ്ങൾക്ക്. ആദ്യത്തെ ചോദ്യം ഗാന്ധിജിയോടായിരിക്കും, ടീം ഗാന്ധിജിയോടാണ്. അപ്പോൾ ഉത്തരം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പരമാവധി നിങ്ങൾക്ക് 1 മിനിറ്റേ കിട്ടുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം പറയാം. അതല്ലെങ്കിൽ അത് പാസ് ചെയ്തിരിക്കണം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. നിങ്ങൾ പാസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ടീമിന് ഉത്തരം പറയാം, അവർക്ക് 5 മാർക്കായിരിക്കും കിട്ടുക. അതേ രീതിയിൽ മറ്റുള്ള ടീമിലേക്കും ആ ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ പാസ് ചെയ്യാം. അവസാനം 3-4 ടീമിനും കിട്ടുന്നില്ലെങ്കിൽ ഓഡിയൻസിന് അവസരം ഉണ്ടായിരിക്കും. അതേപോലെ അടുത്ത റൗണ്ടിലും ഇത് നേരെ തിരിച്ച് ടീം ഗോഖലെയിൽ നിന്നും തുടങ്ങുന്നു, അതുപോലെ ഗാന്ധിജിയിൽ അവസാനിക്കുന്നതായിരിക്കും. പിന്നെ മൂന്നാമത്തെ റൗണ്ട് നിങ്ങൾക്കൊരു വിഷ്വൽ, അതൊരു ചിത്രമായിരിക്കാം. ആ വിഷ്വലിനെ ബേസ് ചെയ്തുകൊണ്ട് 3 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും. അത് പാസ് ചെയ്യാൻ അനുവാദമില്ല. അവിടെ നിങ്ങൾ തന്നെ അതിൻ്റെ ഉത്തരം പറയാം. ഓക്കെ. പിന്നെ 4ാമത്തെ റൗണ്ട്, അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ നേടിത്തരുന്ന ഒരു റൗണ്ടാണ്. അത് റാപ്പിഡ് റെസ്പോൺസ് ആണ്. 1 മിനിറ്റ് സമയം നിങ്ങൾക്ക് തരുന്നു. മാക്സിമം ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ പറയാം. അത് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ആ സമയത്ത് കൂടുതലായിട്ട് പറയും. 5ാമത് ഒരു റൗണ്ട് കൂടിയുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു വ്യക്തിയെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. നിങ്ങൾക്ക് 3 ക്ലൂ ആണ് തരിക. ആദ്യത്തെ ക്ലൂവിൽ നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 പോയിന്റ് കിട്ടും. രണ്ടാമത്തേലാണ് പറയുന്നതെങ്കിൽ 20, മൂന്നാമത്തേതിലാണെങ്കിൽ 10. ആ രീതിയിലായിരിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, തെറ്റിപ്പോയാൽ മൈനസ് മാർക്കായിരിക്കും. 5 മാർക്കേ മൈനസ് ആവുന്നുള്ളൂ. എന്നാലും ശ്രദ്ധിച്ചിട്ട് മാത്രം ഉത്തരം പറയുക. അപ്പോൾ റൗണ്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം ടീം ഗാന്ധിജിയോടാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കറിയാമെങ്കിൽ പറയുക, അല്ലെങ്കിൽ ഉത്തരം അറിയില്ല പാസ് ചെയ്യാം. ചോദ്യം കണ്ടു കാണും. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയിലെ ചക്രവർത്തി ആരായിരുന്നു?
അറിയില്ലെങ്കിൽ പാസ് ചെയ്യണേ. പാസ്സാണോ? ഓക്കെ, ടീം നെഹ്റുവിന് ഉത്തരം പറയാം. പാസ്. ടീം നേതാജി, ടീം ഗോഖലെ. ജഹാംഗീർ. ഉത്തരം തെറ്റിപ്പോയി. ഓഡിയൻസിന് അവസരമുണ്ട്. ഓഡിയൻസിൽ ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ പറയാം. അല്ല, ഉത്തരം ഓഡിയൻസിന് കിട്ടിയിട്ടില്ല. ടീം ഗോഖലെ അതിന്റെ അടുത്ത് വരെ എത്തിയിരുന്നു. അക്ബറാണ് ശരി ഉത്തരം. ജഹാംഗീറിന്റെ മുമ്പ്. അടുത്ത ചോദ്യം ടീം നെഹ്റുവിനോടാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റൊരു പേര്. ഉത്തരം അറിയാമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പാസ് ചെയ്യാം. ഉത്തരം പാസ് ചെയ്തിരിക്കുന്നു. ടീം നേതാജി ഉത്തരം പറഞ്ഞിരിക്കുന്നു. ജോൺ കമ്പനി. ശരി ഉത്തരം. 5 മാർക്ക് നേതാജിക്ക്. ടീം നേതാജിക്ക് 5 മാർക്ക് ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം നേതാജിയോട് തന്നെയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ട വർഷം ഏതാണ്? ശരിയാണ്, ഉത്തരം ശരിയാണ്. 1600. ടീം നേതാജിക്ക് 10 മാർക്കോടാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇംഗ്ലീഷ് റോയൽ ചാർട്ടർ നൽകിയത്, അതായത് രാജകീയ അനുമതി നൽകിയത് ആരാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇംഗ്ലീഷ് റോയൽ ചാർട്ടർ നൽകിയത് ആരാണ്? ഏത് ഭരണാധികാരിയാണ്? ഇന്ത്യയിലെ ഭരണാധികാരിയല്ല, ഇംഗ്ലീഷ് ഭരണാധികാരി. ഉത്തരം തെറ്റിപ്പോയി. ചോദ്യം ഗാന്ധിജിക്ക് കൈമാറുന്നു. ചോദ്യം പാസ് ചെയ്തിരിക്കുന്നു. നെഹ്റു. തെറ്റിപ്പോയി. നേതാജി. 4 ടീമുകൾക്കും ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. ഓഡിയൻസിന് ചോദ്യം കൈമാറുന്നു. എലിസബത്ത് 1 ആണ്. ശരിയാണ്, അത് പറഞ്ഞ ആരാണ്? എലിസബത്ത് രാജി. എലിസബത്ത് 1. നമുക്ക് ഓഡിയൻസിൽ നിന്നും ഉത്തരം വരുമ്പോൾ അവർക്കൊരു പ്രത്യേക സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. വേഗം വരും. ഉത്തരം പറഞ്ഞാൽ പെട്ടെന്ന് വരാം. റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ റൗണ്ട് പൂർത്തിയായപ്പോൾ ആരും നിരാശരാകേണ്ടതില്ല. നിങ്ങളുടെ മുഖമൊക്കെ മാറുന്നുണ്ട്, വിഷമിക്കേണ്ട. അടുത്ത ചോദ്യങ്ങളൊക്കെ ഇതിനേക്കാളും ഈസിയാണ്. ആരും സങ്കടപ്പെടേണ്ടല്ലോ കേട്ടോ. അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ 15 പോയിന്റുകൾ നേടിക്കൊണ്ട് ടീം നേതാജി മുൻപിൽ നിൽക്കുകയാണ്. നമ്മൾ റൗണ്ട് 2ലേക്ക് കടക്കുന്നു. ഇവിടെയും നമ്മൾ ഈ ഏകദേശം വിദേശ ഭരണത്തിന്റെ നാൾവഴികൾ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ടീം ഗോഖലെയോടാണ്. ടീം ഗോഖലെ ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ശരിയാണ്, സൂറത്ത്. ടീം ഗോഖലേക്ക് 10 മാർക്ക് ലഭിക്കുന്നു. ടീം ഗോഖലേക്ക് ടീം ഗോഖലേക്ക്
അടുത്ത ചോദ്യം ടീം നേതാജിയോടാണ്. ആയിരത്തി 1944 മുതൽ 48 വരെ നടന്ന കർണാട്ടിക് യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ശരിയാണ്, ഇംഗ്ലണ്ടും ഫ്രാൻസും. ഇംഗ്ലീഷ് ഫ്രഞ്ച് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും. ടീം നേതാജിക്ക് വീണ്ടും 10 മാർക്ക് കൂടെ കിട്ടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം നെഹ്റുവിനോടാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട പ്ലാസി യുദ്ധം 1757 നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് പ്രഭു ആരാണ്? പ്ലാസി യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് പ്രഭു ആരാണ്? ഉത്തരം പറയാമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പാസ് ചെയ്യാം. ചോദ്യം പാസ് ചെയ്തിരിക്കുന്നു ടീം ഗാന്ധിജി. അവരും പാസ് ചെയ്തിരിക്കുന്നു. ടീം ഗോഖലെ. റോബർട്ട് ക്ലൈവ് ശരി ഉത്തരം. 5 മാർക്ക് ഗോഖലേക്ക്. ടീം ഗോഖലേക്ക് 5 മാർക്ക് ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഗാന്ധിജിയോടുള്ളതാണ്. കമ്പനിയുടെ അധികാരങ്ങളെ ഊട്ടിയുറപ്പിച്ച ബക്സാർ യുദ്ധം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരങ്ങളെ ഊട്ടിയുറപ്പിച്ച ബക്സാർ യുദ്ധം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം തെറ്റിപ്പോയി. ടീം ഗോഖലെ. ബീഹാർ ശരി ഉത്തരം. 5 മാർക്ക് ലഭിക്കുന്നു. ടീം ഗോഖലേക്ക് വീണ്ടും 5 മാർക്ക് ലഭിക്കുന്നു. നമ്മൾ 2 റൗണ്ടുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. സ്കോർ ഒന്ന് അറിയാം. ടീം നേതാജി 25 മാർക്കുകൾ നേടിയിരിക്കുന്നു. ടീം ഗോഖലെ 20 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്ത റൗണ്ടുകളിൽ നിന്നും ഗാന്ധിജിയും നെഹ്റു പോയിന്റുകൾ നേടുന്നതാണ്. നമ്മൾ 3ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് വിഷ്വൽ റൗണ്ടാണ്. വിഷ്വൽ റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരുന്നത് ഒരു ചിത്രമാണ്. ആ ചിത്രം നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതായിരിക്കും ആദ്യത്തെ ചോദ്യം. എല്ലാത്തിലും അങ്ങനെ ആവണം നിർബന്ധമില്ല. ചോദ്യം ഞാൻ തരും. 3 ചോദ്യങ്ങൾ ആ ഒരു ചിത്രത്തെ ബേസ് ചെയ്തുകൊണ്ടുണ്ടാവും. അപ്പൊ ആദ്യത്തെ ചോദ്യം ടീം ഗാന്ധിജിയോടാണ്. ഇതാണ് നിങ്ങൾക്ക് തരുന്ന ചിത്രം. ഇത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് എന്നാണ് 1ാമത്തെ ചോദ്യം. ഈ റൗണ്ടിൽ പാസിംഗ് ഇല്ല. പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ സഹായിക്കും. അടുത്ത ചോദ്യമാണ്, നിങ്ങൾക്ക് പിന്നെ അവസരമുള്ളൂ. ഉത്തരം തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഇത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ്. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം മലബാർ കലാപത്തെ സംബന്ധിച്ച് തന്നെയാണ്. മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? 1921 ശരി ഉത്തരം. 10 മാർക്ക് ലഭിക്കും. ടീം ഗാന്ധിജിക്ക് 10 മാർക്ക്. ഗാന്ധിജി. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ മലബാർ കലാപത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട
ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. അതിന്റെ അധ്യക്ഷൻ വില്യം ലോഗനാണ്. അദ്ദേഹം മലബാറിനെ കുറിച്ച്, മലബാറിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പഠിച്ച് എല്ലാ പ്രശ്നങ്ങളും പഠിച്ച് തയ്യാറാക്കിയ ഒരു ഗ്രന്ഥമുണ്ട്. അതിന്റെ പേരെന്താ? മലബാർ മാനുവൽ. ശരി ഉത്തരം. 10 മാർക്ക് കൂടി ലഭിച്ചിരിക്കുന്നു ടീം ഗാന്ധിജിക്ക്. അടുത്തത് ടീം നെഹ്റുവിനുള്ള ചോദ്യമാണ്. നിങ്ങളുടെ വിഷ്വൽ ശ്രദ്ധിക്കുക. ഇത് തിരിച്ചറിയാനല്ല, നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ അല്ലേ? ഇത് ഒരു സ്റ്റാമ്പാണെന്ന് കാണുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ചോദ്യം. എന്താണ് സംഭവം? ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. അപ്പം ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണ്? കൃത്യസ്ഥലം പറയും. മീററ്റ്. ശരിയായ ഉത്തരം. 10 പോയിന്റ് ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഝാൻസി എന്നൊരു സ്ഥലമുണ്ട് അല്ലേ? ഈ സ്ഥലത്ത് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? റാണി ലക്ഷ്മിഭായ്. ശരി ഉത്തരം. നെഹ്റുവിന് തന്നെയാണ്. ഒരു ചോദ്യം കൂടെ ഉണ്ട്, വളരെ സിമ്പിളായ ചോദ്യമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ ഏത് പേരിട്ടാണ് വിളിച്ചത്? ശിപ്പായി ലഹള. അതും ശരി ഉത്തരം. 10 മാർക്ക് കൂടി ലഭിക്കുന്നു. അടുത്തത് ടീം നേതാജിക്കുള്ള ചോദ്യമാണ്. വിഷ്വൽ നോക്കുക. ഇതൊരു ഇമേജാണ്. നിങ്ങളിത് തിരിച്ചറിയുക. എന്തുമായി ബന്ധപ്പെട്ടതാണ് ഈ സ്മാരകം? പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു, ഇത് തിരിച്ചറിയാന്നുള്ളതായിരുന്നു. അപ്പൊ അവിടെ നിങ്ങളെ ഞാൻ സഹായിക്കുകയാണ്. നിങ്ങൾക്ക് പോയിന്റ് ലഭിക്കില്ല. മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം. ഏതാണ്? യെസ്, ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊലയുടെ സ്മാരകമാണ്. യെസ്, ഓക്കെ. ഇനി അടുത്ത ചോദ്യം. നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ചോദ്യം, ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല നടക്കാൻ കാരണമായി തീർന്ന ഒരു കരി നിയമം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിരുന്നു. ആ നിയമം ഏതാണ്? റൗലറ്റ് നിയമം. ശരി ഉത്തരം. 10 മാർക്ക് ലഭിക്കുന്നു. അടുത്ത ചോദ്യം, ജാലിയൻ വാല ബാഗ് വെടിവെപ്പിന് ഉത്തരവിട്ടത് ആരാണ്? ആ പേര് കൃത്യമായിട്ട് പറയണം. ജനറൽ ഓഡയർ അല്ല. ഓക്കെ, നിങ്ങൾക്ക് പോയിന്റ് തരുകയാണ്. കാരണം എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് കൊണ്ട് 2 ഡയർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അങ്ങോട്ട് ഇതൊന്ന് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, ഇവിടെ കേണൽ റിജിനാൾഡ് ഡയർ ആണ് ഉത്തരവിട്ടത്. ഓക്കെ, ആ പോയിന്റ് തരികയാണ്. 10 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഗോഖലേക്കുള്ളതാണ്. ഇതാണ് നിങ്ങൾക്കുള്ള ചിത്രം. ഈ വ്യക്തിയെ മനസ്സിലായോ? മനസ്സിലായില്ല? ഓക്കെ, അതല്ല നിങ്ങളുടെ ചോദ്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്നു. ഇത് അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. AO ഹ്യൂം. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടാവും. ചോദ്യം ഇതാണ്, ഇദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. ഏതാണ് ആ സംഘടന? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ശരി ഉത്തരം. 10 മാർക്ക് ലഭിക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1885. ശരി ഉത്തരം. 10 മാർക്ക് കൂടി ലഭിക്കുന്നു.
ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഉണ്ടായത്? 1929 ലാഹോർ സമ്മേളനം. ശരി ഉത്തരം. 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ടീം ഗോഖലെ 1929 ലാഹോർ സമ്മേളനം. അങ്ങനെ നമ്മൾ 3 റൗണ്ടുകൾ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു. സ്കോർ ഒന്ന് നോക്കാം. ടീം ഗോഖലെ 50 പോയിന്റ് നേടിയിരിക്കുന്നു. ടീം നേതാജി 45 പോയിന്റുകൾ. ടീം നെഹ്റു 30, ഗാന്ധിജി 20 പോയിന്റ് നേടിയിരിക്കുന്നു. ഇനി അടുത്ത റൗണ്ട് നിങ്ങളെ നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയതാണ്. റാപ്പിഡ് റെസ്പോൺസ് റൗണ്ടാണ്. നിങ്ങൾക്ക് തരുന്നത് 1 മിനിറ്റാണ്. 1 മിനിറ്റ് സമയം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അത് ഇവിടെ നിങ്ങളുടെ പ്രൊജക്ടറിൽ പ്ലേ ചെയ്യും. ആ സമയം ഇപ്പോൾ മിനിറ്റ് സമയത്തേക്ക് ക്രിസ്മസ് നമ്മളൊന്ന് ചെറുതായിട്ട് പോസ് ചെയ്യാണ്. നമ്മുടെ ഓഡിയൻസ് ഒന്ന് മാറാനുണ്ട്. നമ്മുടെ 9ാം ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾക്കും കൂടി അവസരം കൊടുക്കേണ്ടത് കൊണ്ട് നിങ്ങളൊന്ന് മെല്ലെ എഴുന്നേറ്റ്, 9ലെ കുട്ടികൾ ഇവിടെ ഇരിക്കുക, 8ാം ക്ലാസ്സിലെ 8ലെ കുട്ടികൾ ഒന്ന് എഴുന്നേറ്റ് മെല്ലെ ക്ലാസ്സിലേക്ക് പോവാം. നാലാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ റൗണ്ട് റാപ്പിഡ് റെസ്പോൺസ് റൗണ്ടാണ്. നിങ്ങൾക്ക് അനുവദിക്കുന്നത് 1 മിനിറ്റ് സമയമാണ്. ഈ റൗണ്ട് ആരംഭിക്കുന്നത് ടീം ഗോഖലെയിൽ നിന്നാണ്. ഈ റൗണ്ടിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് കഴിയുന്നത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ഒരു ഉത്തരത്തിന് 5 മാർക്കാണ് ലഭിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, 1910 ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം ആരംഭിച്ചത് എവിടെയാണ്? ശരി ഉത്തരം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ പ്രാദേശിക സമരം? ചമ്പാരൻ. ശരി. ഗാന്ധിജി ആദ്യമായി നിരാഹാര സമരം അനുഷ്ഠിച്ചത് ഏത് സമരത്തിലാണ്? അഹമ്മദാബാദിലെ തുണിമിൽ സമരം. ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് കൈസർ ഇ ഹിന്ദ് ബഹുമതി ഗാന്ധിജി തിരികെ നൽകിയത്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ഗാന്ധി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം? 1920. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഗാന്ധി അധ്യക്ഷത വഹിച്ച ഏക കോൺഗ്രസ് സമ്മേളനം? 1924 ബെൽഗാം സമ്മേളനം. 1930 മാർച്ച് 12 എന്ന തീയതിയുടെ പ്രത്യേകത എന്താണ്? ഗാന്ധിജി ഇവര് ടീം ഗോഖലെ 7 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. 7×5 35 മാർക്കുകൾ അവർക്ക് ലഭിക്കുന്നു. ഇതിൽ ആരെങ്കിലും ഉത്തരം പറയാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് മറ്റ് ഗ്രൂപ്പുകളോട് ചോദിക്കുന്നതാണ്. അടുത്തത് ടീം നേതാജിക്കുള്ളതാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്ന വർഷം? തെറ്റിപ്പോയി. ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിനം എന്നാണ് ആചരിക്കുന്നത്?
ഗാന്ധിജിയുടെ ജന്മദിനം എന്തായി ആചരിക്കുന്നു? ചരിത്രത്തിൽ ആദ്യമായി UNO പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോഴാണ്? ശരി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നൽകിയത്? ക്വിറ്റ് ഇന്ത്യ സമരം. പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനാണ്? ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ്? ഇതിന്റെ ഉത്തരം പറഞ്ഞാ ചൗരി. ഓക്കെ, ഞാൻ നേരത്തെ ചോദിച്ചതാണ്, 1 മിനിറ്റ് ആകുന്ന മുമ്പ് ചോദിച്ചതല്ലേ, അതുകൂടെ ഞാൻ ഉൾപ്പെടുത്തിയേ. നിങ്ങള് ഇന്ത്യൻ പ്രവാസി തെറ്റി പറഞ്ഞു. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനത്തിൽ തെറ്റിപ്പോയില്ല നിങ്ങൾ? ഇന്ത്യയിലെ പ്രവാസി ഭാരതീയ ദിനം പറഞ്ഞു, ഗാന്ധിജിയുടെ മരണം പറഞ്ഞു, വിദ്യാഭ്യാസം പറഞ്ഞു. 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിക്കൊണ്ട് ടീം നേതാജി 20 മാർക്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. അടുത്തത് ടീം നെഹ്റുവിനോടാണ് ചോദ്യം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനാണ്? ശരിയാണ്. ഗാന്ധിജിയുടെ ജന്മദിനം എന്തായി ആചരിക്കുന്നു? അഹിംസാ ദിനം. ശരിയാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്ന വർഷം? പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര്? ശരി. സിവിൽ നിയമലംഘന സമരത്തിന്റെ ഭാഗമായി നടന്ന ഈ സമരം 1930-ലാണ്. ഏതാണ് ഈ സമരം? ഗാന്ധിജി ജനിച്ച വീട് ഏത് പേരിൽ അറിയപ്പെടുന്നു? മഹാത്മാ അവസാനം ഉച്ചരിച്ച വാക്കുകൾ? ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ശരി. ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ട് അത് നിങ്ങൾ 4 ചോദ്യങ്ങൾക്ക് ശരീരത്തിൽ നൽകിക്കൊണ്ട് ടീം നെഹ്റു 20 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്തത് ടീം ഗാന്ധിജിയോടാണ്. സത്യത്തെ മനസ്സിലാക്കാൻ ഈ ഗ്രന്ഥം എന്നെ സഹായിക്കും. ഇത് ഏത് ഗ്രന്ഥത്തെ കുറിച്ചാണ് ഗാന്ധിജി പറഞ്ഞത്? ഗീത. ശരിയാണ്. ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? തെറ്റിപ്പോയി. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? ഗാന്ധിജിയുടെ അവസാനത്തെ ജയിൽവാസം എവിടെയായിരുന്നു? എന്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധി എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? റിച്ചാർഡ് ആറ്റൻബറോ. മഹാത്മാ അവസാനം ഉച്ചരിച്ച വാക്കുകൾ? ഗാന്ധിജി ജനിച്ച വീട് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗാന്ധിജി ആവിഷ്കരിച്ച പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച എന്തിനാണ്? ക്രിപ്സ് മിഷൻ. കഴിഞ്ഞ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിക്കൊണ്ട് ടീം ഗാന്ധിജി 30 മാർക്ക് നേടിയിരിക്കുന്നു.
അങ്ങനെ നമ്മൾ 4ാമത്തെ റൗണ്ട് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമുക്ക് സ്കോർ ഒന്ന് അറിയാം. എൺപത്തി 5 മാർക്കുകൾ നേടിക്കൊണ്ട് ടീം ഗോഖലെ മുന്നേറുന്നു. അറുപത്തിയഞ്ച് മാർക്കുകൾ ടീം നേതാജി നേടിയിരിക്കുന്നു. ടീം നെഹ്റു 50 മാർക്ക് നേടിയിരിക്കുന്നു. ടീം ഗാന്ധിജിയും 50 മാർക്ക് നേടിയിരിക്കുന്നു. ഇനി ഒരു റൗണ്ട് കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. ഇതിൻ്റെ നിയമം നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി പറയുകയാണ്. നിങ്ങൾ ഒരു വ്യക്തിയെയാണ് തിരിച്ചറിയേണ്ടത്. നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. 1ാമത്തെ ക്ലൂവിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 30 മാർക്കുകൾ ലഭിക്കും. പക്ഷേ തെറ്റിപ്പോയാൽ, അത് ഏത് ക്ലൂവിലാണെങ്കിലും തെറ്റിയാൽ 5 വീതം മൈനസ് ആകും. അറിയില്ലെങ്കിൽ പറയാതിരിക്കുക. ടീം ഗാന്ധിജിയിൽ നിന്നാണ് തുടങ്ങുന്നത്. 1ാമത്തെ ക്ലൂ ഇതാണ്. 1890 സെപ്റ്റംബർ 9-ാം തീയതി കോഴിക്കോട് ജില്ലയിൽ ജനിച്ചു. ആദ്യത്തെ ക്ലൂവിൽ ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. 2ാമത്തെ ക്ലൂവിലേക്ക് പോവാണ്. 10 മാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തു. കെ കേളപ്പൻ ശരി ഉത്തരമാണ്. ഇദ്ദേഹത്തെ ആയിരുന്നു നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരുന്നത്. അങ്ങനെ 20 മാർക്ക് നേടിക്കൊണ്ട് ടീം ഗാന്ധിജിക്ക് 20 മാർക്ക്. 2ാമത്തെ ക്ലൂവിൽ അവർ ഉത്തരം പറഞ്ഞതുകൊണ്ട് അവർക്ക് 20 മാർക്ക് ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം നെഹ്റുവിനോടാണ്. 1ാമത്തെ ക്ലൂ 1904 ഒക്ടോബർ 1-ന് കണ്ണൂർ ജില്ലയിൽ ജനിച്ചു. ആദ്യത്തെ ക്ലൂ നഷ്ടപ്പെട്ടിരിക്കുന്നു. 2ാമത്തെ ക്ലൂ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ, സ്വാതന്ത്ര്യ സമര സേനാനി, തൊഴിലാളി നേതാവ്. രണ്ടാമത്തെ ക്ലൂവും നഷ്ടപ്പെട്ടു. 3ാമത്തെ ക്ലൂ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ക്ലൂവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ചോദ്യം നിങ്ങൾക്ക് നഷ്ടമായി. ഇദ്ദേഹമാണ് ആ വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഓഡിയൻസിന് അവസരം. ഈ വ്യക്തി ആരാണ്? ഓഡിയൻസ് അധ്യാപകർക്കും പറയാം. രണ്ടുപേരും ഉത്തരം പറഞ്ഞിരിക്കുന്നു. വസന്ത ടീച്ചറും അച്ഛനും ഉത്തരം പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഓഡിയൻസ് കുറഞ്ഞു പോയി ഇത്തവണ. അടുത്ത ചോദ്യം വിഷ്വൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ടീം നേതാജിയോടാണ്. 1ാമത്തെ ക്ലൂ 1909 ഫെബ്രുവരി 14-ന് കോട്ടയം ജില്ലയിൽ ജനിച്ചു. ഒരു വനിതയാണ്.
ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തു. 4 വർഷം ജയിൽവാസം അനുഭവിച്ചു. ഞാൻ പറഞ്ഞു വനിതയാണ്. കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് സ്കൂൾ പ്രധാന അധ്യാപികയായിരുന്നു. കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് സ്കൂൾ പ്രധാന അധ്യാപികയായിരുന്നു. രണ്ടാമത്തെ ക്ലൂവും നഷ്ടമായി. മൂന്നാമത്തെ ക്ലൂ, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്നു. ക്ലൂ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പോയിന്റ് ലഭിക്കുകയില്ല. എന്നാലും ഇതാരാണെന്ന് തിരിച്ചറിയാൻ ഒരു അവസരം തരികയാണ്. ഓഡിയൻസിനെ പറയാവോ ഇതാരായിരിക്കും? കൗമുദി ടീച്ചർ അല്ല. യെസ്, somebody told. അതാരാ? സിസ്റ്റർ പറഞ്ഞു. അക്കമ്മ ചെറിയാനാണ് ശരി ഉത്തരം. അപ്പൊ സിസ്റ്റർക്ക് സമ്മാനം കൊടുക്കണ്ടേ ജിജി ടീച്ചറെ? ഇനി ഒരു സമ്മാനത്തിനും കൂടെ ഒരു അവസരമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം ടീം ഗോഖലെയോടാണ്. നിങ്ങളുടെ ഫസ്റ്റ് ക്ലൂ ഇതാണ്. 1753 ജനുവരി 3 കോട്ടയം രാജവംശത്തിൽ ജനിച്ചു. പാസ് ചെയ്തു. ഓക്കെ, ആദ്യത്തെ ക്ലൂ നഷ്ടപ്പെടുത്തി. രണ്ടാമത്തെ ക്ലൂ തരികയാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യം യുദ്ധം പ്രഖ്യാപിച്ച നാട്ടുരാജാവ്. പഴശ്ശിരാജ. ശരി ഉത്തരം. കറക്കി കുത്തി ശരിയാക്കി. അടുത്ത ക്ലൂ നിങ്ങൾക്ക് വെച്ചിരുന്ന ഇതായിരുന്നു. വീര കേരള സിംഹം എന്നറിയപ്പെടുന്നതായിരുന്നു. അത് മുമ്പേ അവർ ഉത്തരം നേടിയിരിക്കുന്നു. ഈ ഗോഖലേക്ക് 20 മാർക്ക് ലഭിക്കുന്നു. നമ്മുടെ സ്കോർ കാഴ്ചക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്കൊന്ന് മാറ്റുകയാണ്. സമയം ടോട്ടൽ ഗാന്ധിജി നേടിയിരിക്കുന്നു. ടീം ഗാന്ധിജി. ടീം നേതാജി 65 പോയിന്റ് നേടിയിരിക്കുന്നു. ടീം ഗാന്ധിജി 70 പോയിന്റ് നേടി 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. 105 പോയിന്റുകൾ നേടി ടീം ഗോഖലെ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. എല്ലാ ടീമുകൾക്കും അഭിനന്ദനങ്ങൾ. നമ്മുടെ 1ാം സ്ഥാനം നേടിയ ഗോഖലെ ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
സെലീന ഹായ് സാർ, അഭിനന്ദനങ്ങൾ. രണ്ടാം സ്ഥാനം നേടിയ ഈ ഗാന്ധിജിയെ കൂടി ക്ഷണിക്കുന്നു. മൂന്നാം സ്ഥാനം നേടിയ പി നേതാജി. നാലാം സ്ഥാനം നേടിയ ടീം നെഹ്റു. നിങ്ങൾക്കുള്ള പ്രോത്സാഹനം. താങ്ക് യു സർ. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി വിജയകരമാക്കാൻ പരിശ്രമിച്ച പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. വിജയിച്ചവർക്കും പങ്കെടുത്തവർക്കും ഓഡിയൻസായി പങ്കെടുത്തവർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ അധ്യാപകർക്കും ബഹുമാനപ്പെട്ട HM-നും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി അവസാനിച്ചതായിട്ട്